ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും പ്ലാന് പകുതി വെച്ച് ഫ്ലോപ്പായി പോവാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയുടെ വയറുവേദന സഹിക്കാൻ പറ്റാതെ ശ്രുതി ഇപ്പൊ പോകണ്ട, പിന്നെ പോകാന്ന് പറഞ്ഞ് നേരെ സുഗണൻ എന്ന് പറയുന്ന ഡ്രൈവറെ വിളിച്ച് പറയാണ്. അപ്പൊ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രുതി വിളിച്ച് പറയാണ്, വേണ്ട, ഇപ്പൊ തൽക്കാലം വരണ്ട, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരുങ്ങാനൊക്കെ ഉണ്ട്, റെഡി ആകാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിളിച്ചിട്ട് വന്നാൽ മതി, ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഫോണൊക്കെ സംസാരിച്ചിട്ട് വെച്ചു. സുഗണനാണെങ്കിൽ ഇപ്പൊ പോകാന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്തതായിരുന്നു. ഏതായാലും എടുത്ത വണ്ടി പുറകോട്ട് ഒതുക്കിയിട്ടു. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, എന്ത് പറ്റി സുഗുണ? അത് പിന്നെ അരമണിക്കൂർ കൂടി ലേറ്റ് ആവുന്നു. ലേറ്റ് ആയാൽ എന്താ, മൂന്നാറോട്ടം അല്ലേ പോകുന്നത്? ഓ, എന്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സുഗുണന്റെ കൂട്ടുകാരന് ഒരു ഓട്ടം വരികയാണ്. വേറെ ആരുമല്ല, വേറെ ആരോ ആണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കൊരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കൂട്ടുകാരൻ അങ്ങനെ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് സുഗുണൻ പറഞ്ഞു, നീ വരുമ്പോഴത്തേക്ക് ഞാൻ പോകും കേട്ടോ, 3 ദിവസം കഴിഞ്ഞേ കാണത്തോളന്ന്. ആർക്കറിയാം, ഇതൊക്കെ വല്ല നടക്കുന്ന കേസാണോ? നമ്മുടെ സുഗുണൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടി നിൽപ്പുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെയും നമ്മുടെ ശ്രുതിനെയും കാണിക്കണം. അപ്പം ചന്ദ്ര പറഞ്ഞു, നീ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ? നീ എന്തിനാ എന്റെ വേദന കൂട്ടാൻ ഇവിടെ നിൽക്കുന്നത്? നീ പോകാൻ നോക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട്, ഞാൻ ഇപ്പം വരാം, ഇപ്പൊ തന്നെ ഞാൻ വേദന കുറയാനുള്ള മെഡിസിന് മേടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ തള്ളയുടെ കള്ള അഭിനയം കണ്ടില്ല. ഇത് എന്തൊരു അഭിനയോ ഇത്! അഭിനയ കുലപതിയെ ഭയങ്കരമായി പോയി. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ കിടന്ന് കരയുക. ശ്രുതി പറഞ്ഞു, എന്താ ആന്റി ഇത് ചെറിയ കുട്ടികളെ പോലെ കരയാതിരിക്കുക, മെഡിസിൻ കഴിച്ചാലേ വേദനയൊക്കെ അങ്ങ് മാറിക്കോളും, എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ വേദന അങ്ങനെയൊന്നും മാറത്തില്ല മോളെ, മരുന്ന് തന്നതിന് ശേഷം ടൂറ് പോകാന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. നീ ഇന്ന് പോയത് തന്നേടി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ചന്ദ്ര കരുതുക. അപ്പം ശ്രുതി ചോദിച്ചു, അല്ല അമ്മയുടെ വേദന പോയോ? അമ്മയത് ഇങ്ങനെ ആന്റി ഇത് ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, എനിക്ക് വേദന കൂടിയേ എന്ന് പറഞ്ഞ് വീണ്ടും കിടന്ന് ഭയങ്കര കാർച്ച കേട്ടോ. പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ചന്ദ്ര. ശ്രുതിനെയും ടൂറ് വിടാതിരിക്കാനുള്ള അടവ്. ഏതായാലും ഇതിനു ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചിനെ രേവതിനാണ്. അപ്പൊ രേവതി ഒരുങ്ങിയൊക്കെ ഇറങ്ങി, നമ്മുടെ സച്ചി ഫ്രഷ് ഒക്കെ ആയി തലമുടിയൊക്കെ ചെയ്യുക. അപ്പൊ രേവതി വെച്ച്, ഇന്നെന്താ പ്ലാന്? അത് പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്, അതും കൂടെ കണ്ടിട്ട് വരാം. അല്ല, നമ്മൾ ഇന്ന് രാത്രി തിരിച്ചു പോകൂലേ? ഇന്ന് രാത്രി പോകത്തില്ല, നാളെ രാവിലെ പോകാം. ഏതായാലും ഇറങ്ങിയില്ലേ, ഈ രാത്രിയും കൂടെ നമുക്ക് ഇവിടെ തങ്ങാം, അതിനിപ്പോ എന്താ? അല്ല, അതിനു മാത്രം സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ സച്ചിട്ട കാണാന്? ഓ, വേറെ സ്ഥലങ്ങളുണ്ടല്ലോ ഒരുപാട് കാണാനായിട്ട്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ മുറി ഒഴിവാക്കി വേറെ സ്ഥലത്ത് എടുത്താലോ? എന്തിന് ഈ മുറി എന്തിനാ ഒഴിവാക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ മതി. അല്ല, ആ തെമ്മാടിക്കൂട്ടങ്ങള് ഇവിടെ നിന്ന് പോയിട്ടില്ല. അല്ല, അവന്റെയൊക്കെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഓ, അവന്മാരെ പേടിച്ചിട്ടാ നീ വേറെ സ്ഥലത്ത് പോയി മുറിയെടുക്കാന്നൊക്കെ പറയുന്നത്? നാണം ഉണ്ടോടി നിനക്ക്? അല്ല സച്ചേട്ടൻ അവരെ അടിച്ചതിന്റെ ദേഷ്യം ഇപ്പോഴും അവർക്കുണ്ടല്ലോ. അവന്റെയൊക്കെ നോട്ടം കണ്ട അതറിയാം. ഇന്നലെ പാട്ടും പാടി ബഹളം വെച്ചതൊക്കെ അതുകൊണ്ടല്ലേ. നമ്മൾ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അവർക്ക് നേരത്തെ കിട്ടിയത് മതിയായിട്ടില്ല രേവതി, ഒരു 2 കൂടെ കൊടുത്താലേ ശരിയായിക്കോളും. എന്റെ സച്ചേട്ടൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് അങ്ങ് കൊടുക്കലാണല്ലോ. അങ്ങനെ കൊടുത്തത് കൊണ്ട് അവന്മാര് പുറകെ തന്നെ കൂടിയിരിക്കുന്നത്. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവര് പുറകെ കൂടിയിട്ടൊന്നുമില്ല. അവര് പുറകെ കൂടത്തുമില്ല. അവർക്ക് എന്നോട് അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത് ഇന്നലെ രാത്രി തന്നെ തീർത്തേനെ അവന്മാർക്ക് എന്നോട് ദേഷ്യം കാണും, വൈരാഗ്യ ബുദ്ധി ഒന്നും ഇല്ലെന്നേ. നമ്മുടെ എവിടെയോ ഉള്ള ഒരാള്, അവരെവിടെയോ ഉള്ള ഒരാള്, കുറെ ആൾക്കാര്, അവരൊക്കെ നമ്മളോടുള്ള വൈരാഗ്യം പാട്ടുപാടിയൊക്കെ തീർത്തു. ഇനിയിപ്പൊ അവര് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നില്ല. രേവതി ആവശ്യമില്ലാത്ത കാര്യം ഓരോന്നും ആലോചിച്ച് മൂഡ് ഔട്ട് ആവല്ലോ കേട്ടോ. നമ്മൾ സന്തോഷിക്കാൻ വന്നില്ലേ? അപ്പൊ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടതെല്ലാം മറന്ന് ആഘോഷിക്കാൻ വന്ന് നമ്മൾ ആഘോഷിക്കണം, അത് നീ മറക്കരുത്. കേട്ടല്ലോ? വാ നമുക്ക് പോകാം. ഇനിയിപ്പം ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? വാ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാന്നേ. എന്നാ പിന്നെ പോകാം സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി സച്ചിയും കൂടെ അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്, ഒന്ന് കറങ്ങി തിരിഞ്ഞ് മൊത്തം ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയാ. ചന്ദ്രയുടെ വയറുവേദന പോയിട്ടില്ല കേട്ടോ. അയ്യോ, എന്റെ വയറേന്ന് പറഞ്ഞ് കാറുക. ശ്രുതിയാണെങ്കിൽ ഈ തള്ളയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ഗുളികയൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ എണീറ്റ് ഈ ഗുളിക കഴിച്ചാലേ വയറുവേദന പമ്പ കിടക്കും. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, വേണ്ട മോനെ, എനിക്ക് വേണ്ട.
എന്നിട്ടും ആ ഗുളിക ഒരു തരത്തിൽ വായിലിട്ടു കേട്ടോ. വായിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വിഴുങ്ങാണ്. ആ ഗുളിക വിഴുങ്ങിയോ അതോ വായി തന്നെ ഉണ്ടോ എന്ന് ദൈവം തമ്പുരാനേ അറിയത്തുള്ളൂ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രദ്ധിച്ചു കേട്ടോ, ഗുളിക നാക്കിനടിയിൽ വെക്കുന്നത്. ശ്രുതി മനസ്സിൽ വിചാരിക്കാം, അല്ല ആന്റി ഗുളിക നാക്കിനടിയിലല്ലേ വെച്ചത്, ഇത് വെറും കള്ളത്തരം തന്നെ. അപ്പൊ അത് ഉറപ്പാന്ന് തീരുമാനിച്ചേ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര വീണ്ടും കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് ചന്ദ്രൻ, നീ എന്താ കരയുന്നത്? അത് പിന്നെ അച്ഛാ അമ്മയ്ക്ക് വയറുവേദനയോ കണ്ട കടിച്ചാതിയൊക്കെ വലിച്ചു കയറ്റി കാണും. ഏയ് അമ്മ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. അല്ല നിന്നോട് ആരാ പറഞ്ഞേ നിന്റെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്? നിന്റെ അമ്മ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് ചന്ദ്രൻ നിനക്ക് എന്തായെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം, ഓഹോ വയറുവേദനയാണല്ലേ, അല്ല നിങ്ങൾ എന്താ പോകുന്നില്ലേ? നിങ്ങൾ ടൂറിന് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, നിങ്ങൾ പോകാൻ നോക്കാൻ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അയ്യോ എന്റെ അമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ടൂറിന് പോകാനാ, അമ്മ ഇങ്ങനെ കിടക്കല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ടൂറിന് പോക്കോളാം, ഇപ്പൊ ടൂറിന് പോകുന്നില്ല, ഇനി അമ്മയുടെ വേദന മാറിയിട്ട് പോകുന്നുള്ളൂ അച്ഛാ. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അല്ല വണ്ടി ഇപ്പൊ എത്തത്തില്ലേ? ഒന്നും സാരിയില്ല, സുഗുണനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സുഗുണനെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞ് നേരെ സുഗുണനെ വിളിച്ചു. സുഗുണനാണ് ഒരു മൂന്നാറോട്ടം കിട്ടത് നോക്കിയിരിക്കും. അപ്പൊ സുഗുണ ഫോൺ എടുത്തിട്ട് ഹലോ സാറിന് വെച്ചോ. അപ്പൊ ശ്രുതി പറഞ്ഞു, അതെ അവിടെ നിന്ന് പുറപ്പെട്ടായിരുന്നു സുഗുണ? അതെ സാറേ, ഞാൻ പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക സാറേ. എന്നാലേ ഒരു 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 മണിക്കൂർ കൂടി കഴിഞ്ഞ് പുറപ്പെട്ടാൽ മതിയേ, കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ഒരുക്കങ്ങളും കൂടെ ബാക്കിയുണ്ട്. അല്ല സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ തന്നെ എത്ര മണിക്കൂറായി? ഒരു പ്രശ്നവും ഇല്ലെന്നേ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ഓക്കെ? ഓക്കെ സാറേ എന്ന് പറഞ്ഞ് സുഗുണൻ കട്ട് ചെയ്തിട്ട് സുഗുണൻ അവിടെ ഇരുന്നൊരു പത്രമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിന്റെ അമ്മയ്ക്ക് വേദന ഒരു കുറവും ഇല്ലല്ലോ? അല്ല വേദനയ്ക്കുള്ള ഗുളികയാണെങ്കിൽ ഇപ്പം വേദന കുറയേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതി ഗുളികയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് വേദനയുടെ ഗുളിക തന്നെ, ഇത് വേറൊരു ഗുളികയല്ല, വേദനയുടെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര വയറുവേദന എടുത്ത് ഇങ്ങനെ കിടക്കുക, ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ, അയ്യോ എന്റെ വേദനയ്ക്ക് ഒരു കുറവും ഇല്ലേ എന്ന് പറയും, ഭയങ്കര പറച്ചില്. അപ്പോഴാണെങ്കിൽ രവീന്ദ്രൻ, അല്ല ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ കിടന്ന് കാറുന്നത്, ഒരു വയറുവേദനയല്ലേ, അത് പതുക്കെ പൊക്കോളും. അയ്യോ അതൊന്നും പെട്ടെന്ന് പോകത്തില്ല, ഇന്ന് ഈ വയറുവേദന പോകത്തേ ഇല്ല. എന്തെങ്കിലും രവീന്ദ്രൻ സത്യത്തിൽ ഇവക്ക് വയറുവേദന ഉണ്ടോ? എന്തിനായിരിക്കും ഇവള് വയറുവേദന എന്ന് പറയുന്നത്? സത്യത്തിൽ വേദനയാണോ എന്നൊക്കെ. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതി കൂട്ടിക്കൊണ്ട് പോയിട്ടോ. എന്നിട്ട് പറഞ്ഞു, ദേ എന്റെ അമ്മയ്ക്ക് ഭയങ്കര വയറുവേദനയാ, ഇതിനു മുന്നേ എന്റെ അമ്മയ്ക്ക് ഇതുപോലെ വയറുവേദന ഉണ്ടായിട്ടേ ഇല്ല. അതിന് കാണത്തില്ല, അല്ല ഇതിനു മുമ്പ് ടൂറിന് പോയിട്ടില്ലല്ലോ, എന്നാലേ വയറുവേദന ഉണ്ടാകത്തുള്ളൂ. എന്റെ പൊന്നു ശ്രുതി, ആന്റിക്ക് വയറുവേദന ഒന്നുമില്ല, ആന്റി ആക്ട് ചെയ്യാനോ എന്തിന്? അതെ നമ്മുടെ യാത്ര മുടക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്നതാ. അയ്യോ നീ ഇങ്ങനെയൊന്നും അമ്മേനെ കുറിച്ച് പറയല്ലേ, അമ്മ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. ഓ പിന്നെ ദേ ശ്രുതിയുടെ അമ്മയെ ശ്രുതിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദേ എന്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെയൊന്നും പറയാതെ, അമ്മ നമ്മുടെ യാത്ര ഒന്നും മുടക്കാൻ നോക്കില്ല, നമ്മുടെ സന്തോഷം അമ്മയുടെ സന്തോഷം. ഉഫ് ഒരു മണ്ടനായി പോയല്ലോ. ആന്റി ആക്ട് ചെയ്യാന്ന് കണ്ടിട്ട് മനസ്സിലായില്ല? അമ്മ എന്തിനാ നമ്മുടെ യാത്ര മുടക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താ? അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒന്നുകിൽ ഞാൻ ബലിയിടുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയാല് വീട്ടിലെ ജോലിയൊക്കെ ആന്റി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ, ചിലപ്പം അതായിരിക്കാം കാരണം. അത് തന്നെയാ. ചിലപ്പോ ഇതൊന്നും അല്ലെങ്കിൽ സുധീനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടും ആയിരിക്കാം, സങ്കടം കൊണ്ടായിരിക്കാം. ഏതായാലും ആന്റി ആക്ട് ചെയ്യുന്നത് തന്നെയാ. ആന്റി പിന്നെ സീരിയലൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയതായിരിക്കും ഈ ആക്ടിങ്. ചില സീരിയലിലും സിനിമയിലൊക്കെ അമ്മായിയമ്മമാരെ ഇത്ര സൂത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ അമ്മ പാവ, എന്റെ അമ്മ ആക്ടിങ്ങിനൊക്കെ മിടിക്കുകയാണ്, അതെനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പില് എന്റെ അമ്മ ആക്ട് ചെയ്യത്തില്ല. എന്റെ യാത്രയൊന്നും അമ്മ മുടക്കാൻ നോക്കത്തുമില്ല, എനിക്ക് അമ്മേനെ അറിയാം. ദേ എന്റെ പൊന്നു ശ്രുതി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാ മനസ്സിലാകാത്തത് ശ്രുതി? ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ തന്നെ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം. ഇനി എപ്പോ ഇറങ്ങുന്നു അപ്പൊ ആന്റിയുടെ വയറുവേദനയും കരച്ചിലൊക്കെ നിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. വേണ്ട, ദേ എന്റെ അമ്മ കിടന്ന് കരയുന്നു, ഇപ്പോഴും ശബ്ദം കേൾക്കാം. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിലും ഒച്ചത്തി കാറുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ട ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ദേ എന്ത് കണ്ണിൽ ചോരയില്ലാത്ത വർത്താനം നീ പറയുന്നത്? 10 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ അമ്മ എവിടെ കിടന്ന് കരയുന്നത്?
അതൊക്കെ കണ്ടിട്ട് പോകാനേ ഈ ഈ മകനല്ലാതായി പോകൂലേ? അതുകൊണ്ട് ഇല്ല, എന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഗുളിക കഴിച്ചിട്ടും വയറുവേദന കുറയുന്നില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ സുധി? എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലെ? അല്ല, അമ്മ വരുവോ? ഉം അമ്മ വരുവോന്ന് ചോദിച്ചാല്, അത് നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ആ നാണുവൈദ്യരുണ്ടല്ലോ, അവിടെ ചെന്ന് കഷായത്തിന്റെ കാര്യങ്ങളൊക്കെ പറയേ. അപ്പോഴത്തേക്കും കഷായം കുടിക്കുമ്പോഴത്തേക്കും വേദന പോവായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛ അതൊന്നും അല്ല അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയുമ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ അവള് പറയുന്നത് കേൾക്കൊന്നും വേണ്ട അച്ഛൻ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞു. പുന്നാര മോനല്ലേ, പോകുകയാണ് കേട്ടോ മേടിക്കാനായിട്ട്. എന്ത് മെഡിസിന്? ലാസ്റ്റ് നമ്മുടെ ശ്രുതി ചിന്തിക്കോ, എന്തൊരു കഷ്ടമായത്, അയ്യോ വേഷം കിട്ടിയതായി പോകൂ ഇത്, വെറുതെ വെറുതെ ഇതൊന്നും വേണ്ടായിരുന്നു. അധികമായിട്ടൊന്നും പറയാനും പറ്റത്തില്ല, പറയിപ്പിച്ച പണിയെടുത്ത് നടു ഒടിപ്പിക്കും, ഇത് എന്തൊരു സ്ത്രീയാ ഇത് എന്നൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ ഹോട്ടൽ റൂമാണ് കേട്ടോ. ഹോട്ടൽ റൂമിലെ രണ്ട് അവന്മാരുണ്ടല്ലോ, നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വാതിലെ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ വാതിൽ ലോക്ക് ചെയ്തിട്ട് അവര് പോയേക്കാണ്. അപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട്, എടാ 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 ഇങ്ങ് വന്നേടാ എന്ന് പറയാം. കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെ, കൂട്ടുകാരനല്ല കേട്ടോ, സോറി, അവിടുത്തെ ആ ഒരു ക്ലീൻ ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടോ, അവിടുത്തെ ഏതായാലും ഒരു സ്റ്റാഫ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവര് പോയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ പോയി, അവര് രാവിലെ പോയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവര് പോയോ? അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, ഇനി എങ്ങനെ കണ്ടുപിടിക്കും അവര് സ്ഥലം കാണാൻ വേണ്ടിയല്ലേ പോയത്, അവര് ചിലപ്പം കറങ്ങാനായിരിക്കും പോയത്. ഏതായാലും നമുക്ക് അവരുടെ പുറകെ ഇപ്പൊ തന്നെ വേണം, അവന്മാരോട് എല്ലാവരോടും റെഡിയാകാൻ പറയാന്. പിന്നെ രേവതിനെയും സച്ചിനെയാണ് കാണിക്കുന്നത്. അവര് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയാണ്, ഒരുമിച്ച് കൈയൊക്കെ കോർത്തു പിടിച്ച്. എന്നിട്ട് നമ്മുടെ സച്ചി പറയാണ്, നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകണം, ഓരോ സ്ഥലങ്ങൾ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇങ്ങനെ ഇങ്ങനെ പൈസ കളയാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞാനൊരു ശപഥം ചെയ്തിരുന്നു, അതൊക്കെ മറന്നോ? ഏയ് മറന്നിട്ടൊന്നുമില്ല. നമ്മള് ക്യാഷ് ക്യാഷ് ഒരു കൂട്ടി വെക്കുന്നുണ്ടല്ലോ. ദേ ഇപ്പൊ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനു വേണ്ടിയും ക്യാഷ് മാറ്റി വെക്കാം. അല്ല, നിന്റെ ഏറ്റവും വലിയ സ്വപ്നം മുറിയെടുക്കുന്നതാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് വേറെ കുറെ സ്വപ്നം കൂടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാ? ആ, ഒന്നാമത്തെ സ്വപ്നം ഞാൻ പറയാം. പറ, ഞാൻ കേക്കട്ടെ. ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. പറ എന്റെ പൊന്നു സച്ചേട്ടാ. അതെ, അത് അത് അധികം താമസിക്കാതെ ഒരു കൊച്ചു രേവതിക്കുട്ടി നമുക്കിടയിലേക്ക് വരണം. ഏ അതിന് രേവതിക്കുട്ടി എന്ന് ആരാ പറഞ്ഞത്? ഞാൻ സ്വപ്നം കാണുന്നത് ഒരു കുഞ്ഞു സച്ചിക്കുട്ടനെയാ. എനിക്കതാ ഇഷ്ടം. സോറി, ഞാൻ എന്റെ സ്വപ്നങ്ങളല്ലേ പറയുന്നത്. ആ സ്വപ്നത്തില് ഞാൻ കാണുന്ന ആദ്യത്തെ കൺമണി ഒരു പെൺകുട്ടിയാ, ഒരു സുന്ദരി പെൺകുട്ടി. ഓ, സ്വപ്നം കാണുന്നത് സച്ചേട്ടനാണെങ്കിലും കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നത് ഞാനാ. അതുകൊണ്ട് സച്ചേട്ടൻ ഇനി ആൺകുട്ടീനെ സ്വപ്നം കണ്ടാ മതി, പെൺകുട്ടീനെ സ്വപ്നമേ കാണണ്ട. അതെ, ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ആ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് രേവതി കുട്ടീനെ മതി, എനിക്ക് സച്ചിക്കുട്ടനെ വേണ്ട. നീ വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പൊ ഈ ഗുണ്ടകളുണ്ടല്ലോ, അതായത് ഈ 5-6 ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാര് നമ്മുടെ രേവതിയും സച്ചി ഉള്ള സ്ഥലം നോക്കി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാണ് കേട്ടോ, ഇവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. രേവതി സച്ചി ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്, ഭയങ്കര സംസാരമാണ്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിനെ കാണിക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ ആഗ്രഹം പോലെ നടക്കത്തുള്ളൂ. ക്ഷേത്രത്തിലെ ദേവന്മാർക്ക് മാല കെട്ടി കൊടുക്കുന്ന ആരാ? ഞാനാ. ആ നന്ദി അവരെന്നോട് കാണിക്കത്തില്ലേ? ഞാൻ ചോദിക്കുന്നത് അവരെനിക്ക് തരത്തുള്ളൂ. ഓ പിന്നെ ദൈവം നന്ദി കാണിക്കും പോലും. അതെ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടല്ലേ നീ മാല കെട്ടി കൊടുക്കുന്നത്, അതുകൊണ്ട് മാല കെട്ടിയതിന്റെ പുണ്യമൊക്കെ അവർക്കേ കിട്ടത്തുള്ളൂ. ഓ പിന്നെ ആര് പറഞ്ഞു? അതേന്നെ, അങ്ങനെയാന്നാ. നമുക്ക് പറക്കുന്നത് പെൺകുഞ്ഞ് തന്നെയായിരിക്കും രേവതി. ഞാൻ സമ്മതിക്കില്ല കേട്ടോ, എനിക്ക് ആൺകുട്ടി മതി, എനിക്ക് ആൺകുട്ടീനെ ഇഷ്ടം. ഓഹോ, പെൺകുട്ടി മതി, ഞാൻ പറഞ്ഞില്ലേ എന്റെ സച്ചേട്ടാ, ആൺകുട്ടി മതി. ഞാൻ പ്രസവിക്കുന്നത് ആൺകുട്ടീനെ തന്നെ ആയിരിക്കും. അവന്റെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും ഞാൻ ലേബർ റൂമിൽ നിന്ന് മയക്കം വിട്ട് ഉണരാൻ പോകുന്നത്. ലേബർ റൂം തുറന്ന് നേഴ്സ് പെൺകുട്ടിയായിട്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ എന്റെ 2 കണ്ണും കണ്ട് കാണും. എങ്ങനെയുണ്ട്? ഓ, ആര് ജയിക്കും നമുക്ക് നോക്കാം. കാണാം 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 എന്ന് രേവതി. അങ്ങനെ രണ്ടുപേരും കൂടെ ബെറ്റ് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ടും ടൂറൊക്കെ ആസ്വദിക്കുന്നു. അവന്മാര് വീണ്ടും ചുറ്റിക്കറങ്ങുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് അവന്മാര് ആ ബുള്ളറ്റിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ശല്യം ചെയ്യണം, 2 കൊടുക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെയും രവീന്ദ്രനുമാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക, ചന്ദ്രയെ എങ്ങനെയുണ്ട്, ഇപ്പൊ വയറുവേന കുറഞ്ഞോ?
ഓ ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ, വേദനയ്ക്ക് ഒരു കുറവുമില്ല, ഭയങ്കര വേദനയാന്ന് പറഞ്ഞ് മാറിയിരുന്ന് ചിരിക്കാണ് കേട്ടോ കള്ളി ചന്ദ്ര. എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരിക ചന്ദ്ര. എന്റെ വയറ് വേദനിക്കുന്നേ. അല്ല ഒട്ടും കുറവില്ലേ നിനക്ക് ചന്ദ്രൻ? ഇല്ല രവിയേട്ടാ, ഒട്ടും കുറവില്ല. എന്നാലും ഞാൻ ഓർക്കുക പെട്ടെന്ന് ഇങ്ങനെ ഒരു വയറുവേദന എന്നാന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പെട്ടിയൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. പെട്ടിയൊക്കെ ആയിട്ട് ശ്രുതി വരുന്നത് കണ്ടതും, അതായത് പാക്ക് ചെയ്ത സാധനമൊക്കെ ആയിട്ട് വരുന്നത് കണ്ടതും ചന്ദ്ര ഇതെന്താ എന്നിങ്ങനെ അടിമുടി നോക്കുകയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല ആന്റിയുടെ വയറുവേദന കുറഞ്ഞാലേ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങാലോ, അതിനാ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര, വേദന മാറിയിട്ട് വേണ്ടടി നീ ഇവിടെ നിറം കഴിഞ്ഞ് ഇന്ന് പോയത് തന്നെ, എന്റെ വേദന മാറാനേ പോകുന്നില്ല എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും അങ്ങോട്ട് കിടന്ന് കണ്ണടച്ചെന്നിട്ട് അയ്യോ എന്റെ വയറേന്ന് പറഞ്ഞോണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സുതി എത്തി കഷായമൊക്കെ ആയിട്ട്. അങ്ങനെ കഷായമൊക്കെ ആയിട്ട് അമ്മേ 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 എന്ന് വിളിച്ചോണ്ട് വരിക. രവീന്ദ്ര ചേടാ വൈദ്യരുണ്ടായിരുന്നു അവിടെ? ആ ഉണ്ടായിരുന്നു. ഇതങ്ങോട്ട് കഴിച്ചാൽ മതി, ആ സ്പോട്ടില് വേദന മാറുന്ന നാണുവൈദ്യം പറഞ്ഞത്. അല്ല എന്താ ഇത്? നല്ല ഒന്നാന്തരം കഷായവാ. അയ്യേ എനിക്ക് വേണ്ട കഷായം, ഞാൻ കഴിക്കത്തില്ല. കുറച്ച് കയ്പുണ്ടാകും, എന്നാലും വേദന മുഴുവൻ പമ്പ കിടക്കില്ലേ. കഷായം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്ത് പറഞ്ഞ എങ്ങനെയാ, അത് കഴിച്ചാലല്ലേ വേദന മാറത്തുള്ളൂ, എനിക്കൊന്നും വേണ്ട, ഞാൻ കഷായം കഴിക്കത്തില്ല. സുധി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, ഇഷ്ടമുള്ളതുകൊണ്ടാണോ എല്ലാരും കഷായം കുടിക്കുന്നത്? ഇത് അമ്മ ഷെയ്ക്കാണെന്ന് കരുതിയിട്ട് അങ്ങ് കുടിച്ചാ മതി. നിന്നോട് ആരാ പറഞ്ഞത് വൈദ്യരെ കാണാനായിട്ട്? അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ പോയത്. ഓ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ പോയത്? അത് പിന്നെ ചന്ദ്രൻ നിന്റെ വേദന കുറയാനല്ലേ, നീ കുടിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അമ്പിലും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ശ്രുതിയും കൂടി ചേർന്ന് കൂത്തിത്തിരികെ ആ കഷായം വായ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കണക്കിന് നമ്മുടെ ചന്ദ്ര അതങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ.